Welcome to the second part of KSEB Sub-Engineer Previous Year Exam Question video. To get more information about KSEB Sub-Engineer exam and to get the short notes of the subject in the syllabus, please subscribe our channel. Moving to the questions. First question, the MSCP of a lamp which gives out a total luminous flux of 400 pi lumen is dash candela. Options are 200, 100, 50, 400. The answer is 100. MSCP means mean spherical candle power. It is the average output of a light source measured in all direction. Light source in the average output ആണ് മീൻ സ്പെറിക്കൽ കാൻഡിൽ പവർ കൊണ്ട് മെഷർ ചെയ്യുന്നത്, എല്ലാ ഡയറക്ഷനിലും ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് മീൻ സ്പെറിക്കൽ കാൻഡിൽ പവർ ഈക്വൽ ടു ടോട്ടൽ ലൂമൻ ഫ്ലക്സ് ബൈ 4π. 4π എടുക്കുന്നത് വെച്ചാൽ എല്ലാ ഡയറക്ഷനും, ഒരു സ്പെറിക്കൽ സർഫസ് ആകുമ്പോൾ മൊത്തം ഡയറക്ഷൻ വരുമ്പോൾ 4π ആണ് യൂസ് ചെയ്യുക. സോ ദാറ്റ് ഈസ് 400 പൈ divided by 4π, that's equal to 100. Mean spherical candle power 100 ആണ്. If it is mean hemispherical candle power, നമ്മൾ 4πക്ക് പകരം 2π യൂസ് ചെയ്യണം. Next question. Magnetic materials are heated with the help of. Options are hysteresis loss, electric arc, electric current, radiation. The answer is hysteresis loss. മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ് ഹിസ്റ്ററിസിസും പിന്നെ അതിനുണ്ടാവുന്ന ഒരു ഫിനോമിനയാണ് എന്ത്, എഡ്ഡി കറണ്ട് ഫോർമേഷനും. സോ നമ്മൾ മാഗ്നറ്റിക് മെറ്റീരിയൽ ഹീറ്റ് ചെയ്യുന്നത് ഹിസ്റ്ററിസിസ് ലോസ് വെച്ചിട്ടും എഡ്ഡി കറണ്ട് ലോസ് കാരണം ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഹീറ്റ് ചെയ്യുക, മാഗ്നറ്റിക് മെറ്റീരിയലിനെ ഹീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The electrode of a direct arc furnace is made of. Options are tungsten, silver, graphite, copper. The answer is graphite. Graphite electrode are primarily used in electrical furnaces for steel production process. Heat ഈ സ്റ്റീലിനെ മെൽറ്റ് ചെയ്ത് ലിക്വിഡ് സ്റ്റീലാക്കാൻ സഹായിക്കും. സോ നമ്മൾ ഡയറക്റ്റ് ആർക്ക് ഫർണസിൽ നമ്മൾ ഉപയോഗിക്കുക ഗ്രാഫൈറ്റ് ഇലക്ട്രോഡാണ്, സ്പെഷ്യലി ഇൻ സ്റ്റീൽ പ്രൊഡക്ഷൻ പ്രോസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻഡക്ഷൻ ഹീറ്റിംഗ് പ്രോസസ് ഈസ് ബേസ്ഡ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രിൻസിപ്പിൾ? ഓപ്ഷൻസ് ആർ തെർമൽ അയൺ റിലീസ് പ്രിൻസിപ്പിൾ, ന്യൂക്ലിയർ ഹീറ്റിംഗ് പ്രിൻസിപ്പിൾ, റെസിസ്റ്റൻസ് ഹീറ്റിംഗ് പ്രിൻസിപ്പിൾ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ. The answer is electromagnetic induction principle. ആ വേർഡ് തന്നെയാണ് ഇൻഡക്ഷൻ ഹീറ്റിംഗ് പ്രോസസ്സാണ്. സോ എന്തായിരിക്കും, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ വെച്ചായിരിക്കും ആ ഹീറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The basic electrical requirement in arc welding is that there should be. The options are coated electrode, high open circuit voltage, no arc blow, DC power supply. The answer is high open circuit voltage. Electric arc welding is the process of joining two metallic pieces or melting of metal is obtained due to heat developed by an arc struck between an electrode and a metal to be welded or between two electrode. സോ എന്ത് ചെയ്യണം, നമ്മൾ ഈ ആർക്ക് ഈ രണ്ട് മെറ്റലിൻ്റെ അക്രോസോ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്യേണ്ട മെറ്റലും ഒരു ഇലക്ട്രോഡിൻ്റെ അക്രോസും ആർക്ക് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഹൈ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കൊടുക്കണം. അതുകൊണ്ട് ദ ആൻസർ ഹൈ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ്. Next question. The speed time curve for city service has no dash period. Options are coasting, braking, acceleration, free running. നമുക്കറിയാം മെയിൻ ലൈൻ സർവീസിന് മാത്രമേ എന്ത് കാണത്തുള്ളൂ, ഫ്രീ റണ്ണിങ് പീരീഡ് കാണുള്ളൂ. കാരണം അതിൻ്റെ രണ്ട് സ്റ്റോപ്പ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. സിറ്റി സർവീസിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്റ്റോപ്പ് കുറവായത് കൊണ്ട് തന്നെ ഫ്രീ റണ്ണിങ് പീരീഡ് ഉണ്ടാവില്ല. അതിന് പകരം എന്തായിരിക്കും, രണ്ട് സ്റ്റോപ്പിൻ്റെ ഇടയിൽ ലോങ്ങർ കോസ്റ്റിംഗ് പീരീഡ് ആയിരിക്കും ഉണ്ടാവുക.
ട്രാക്ഷൻ്റെ വീഡിയോ നമ്മൾ വേഗം തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. At initial condition t equal to 0, the inductor act as. Options are an open circuit, closed circuit, sometimes open, sometimes closed, none of this. The answer is an open circuit. Inductor doesn't allow sudden change in current. So at initial condition, inductor എന്താവും ഓപ്പൺ സർക്യൂട്ടായി ആക്ട് ചെയ്യും. സ്റ്റഡി സ്റ്റേറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും? ഇൻഡക്ടർ ഷോർട്ട് സർക്യൂട്ടായി ആക്ട് ചെയ്യും. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമ്മ്യൂട്ടേറ്റർ ഇൻ എ ഡി സി മെഷീൻ ക്യാൻ കൺവേർട്ട്. ഓപ്ഷൻസ് ആർ എ സി ടു ഡി സി ടു എ സി, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദിസ്. ദ ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ബി. ഡി സി മെഷീൻ പറയുമ്പോൾ ഡി സി ജനറേറ്റർ ആകാം, ഡി സി മോട്ടോർ ആവാം. ഡി സി ജനറേറ്ററിൽ എന്താണ്? കമ്മ്യൂട്ടേറ്റർ കൺവേർട്ട് എ സി ടു ഡി സി. ഇൻ കേസ് ഓഫ് ഡി സി മോട്ടോർ, കമ്മ്യൂട്ടേറ്റർ കൺവേർട്ട് ഡി സി ടു എ സി. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പൊളാരിറ്റി ഓഫ് എ ഡി സി ജനറേറ്റർ ഈസ് റിവേഴ്സ്ഡ് ബൈ റിവേഴ്സിംഗ് ദ ഡയറക്ഷൻ ഓഫ്. ഓപ്ഷൻസ് ആർ എയ്തർ ഫീൽഡ് കറന്റ് ഓർ റൊട്ടേഷൻ, field current, none of this. The answer is either field current or rotation. നമുക്കറിയാം ദ ജനറേറ്റിംഗ് ഇ എം എഫ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൈം മൂവർ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ജനറേറ്റിംഗ് ഇ എം എഫിൻ്റെ ഇക്വേഷൻ കെ ബി ഇൻറ്റു ഒമേഗയാണ്. ഒമേഗ എന്ന് പറയുന്നത് പ്രൈം മൂവറിൻ്റെ സ്പീഡാണ്. സെയിം ടൈം എന്ത് ജനറേറ്റിംഗ് ഇ എം എഫ് ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്തിന് പ്രൊപ്പോർഷണലാണ്? ഫീൽഡ് കറണ്ടിന് പ്രൊപ്പോർഷണലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡി സി ജനറേറ്ററിൻ്റെ പൊളാരിറ്റി മാറ്റണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റൊട്ടേഷൻ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഫീൽഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യണം. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ 4-pole generator with 16 coil has a 2-layer lap winding. The pole pitch is. Options are 32, 16, 8, 4. The answer is 8. എങ്ങനെയാണെന്ന് നോക്കാം. പോൾ പിച്ച് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കണ്ടക്ടർ ബൈ നമ്പർ ഓഫ് പോൾസ് ആണ്. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് പോൾസ് 4 എന്ന് തന്നിട്ടുണ്ട്. പിന്നെയാണ് 16 കോയിൽസ് എന്ന് തന്നിട്ടുണ്ട്. 16 കോയിൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കോയിൽ 2 കണ്ടക്ടർ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്പർ ഓഫ് കണ്ടക്ടർ എന്ന് പറയുന്നത് എന്താണ്? 16 ഇൻറ്റു 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 32. സോ പോൾ പിച്ച് എന്ന് പറയുന്നത് 32/4, ദാറ്റ്സ് ഈക്വൽ ടു 8. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The relationship between back EMF and applied voltage in case of DC motor is given as. EB equal to V plus IARA, back EMF equal to V minus IARA, EB equal to V, none of this. The answer is back EMF equal to supply voltage minus IARA. സീരീസ് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള ഡ്രോപ്പ്. ഡി സി മോട്ടറിൽ നമ്മൾ എന്താണ്? ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇൻഡ്യൂസ് ചെയ്യുന്ന ബാക്ക് ഇ എം എഫ് എന്ന് പറയുന്നത് അപ്ലൈഡ് വോൾട്ടേജ് മൈനസ് ആർമേച്ചർ റെസിസ്റ്റൻസ് ഡ്രോപ്പ് ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഇ ബി ഈക്വൽ ടു വി മൈനസ് IARA. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്പീഡ് ഓഫ് എ 4-pole DC സീരീസ് മോട്ടോർ അറ്റ് നോ ലോഡ് വിൽ ബി. ഓപ്ഷൻസ് ആർ 0, 3000 RPM, infinite, 1500 RPM. The answer is infinite. എന്താണ്? സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ബാക്ക് ഇ എം എഫിനെയും ഫ്ലക്സിനെയാണ്. അതിൽ ബാക്ക് ഇ എം എഫ് ആയിട്ടൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പും ഫ്ലക്സുമായിട്ടൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പുമാണ്. സോ ഫ്ലക്സ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ കറണ്ട്. കാരണം എന്താണ്? ഡി സി സീരീസ് മോട്ടറാണിത്. സോ ഇഫ് ഫ്ലക്സ് ഡിക്രീസസ് ദ സ്പീഡ് ഇൻക്രീസസ്. ദാറ്റ് മീൻസ് അറ്റ് സ്റ്റാർട്ടിങ്ങിൽ എന്താണ്? നോ ലോഡിൽ കറണ്ട് IA ഇല്ല. അപ്പോൾ എന്താണ്? നല്ല ഹൈ സ്പീഡിൽ സീരീസ് മോട്ടോർ റൺ ചെയ്യും. അതുകൊണ്ടാണ് DC സീരീസ് മോട്ടോർ നോ ലോഡ് സ്റ്റാർട്ട് ചെയ്യരുത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For a simplex lap winding, the winding pitch is equal to. Options are
+2, -2, +or-1, +or-2. ആൻസർ +or-2 ആണ്. വൈൻഡിങ് പിച്ച് എന്നുള്ളത് 2 ടൈംസ് കമ്മ്യൂട്ടേറ്റർ പിച്ചാണ്. ഇൻ കേസ് ഓഫ് ബോത്ത് ടൈപ്പ് ഓഫ് വൈൻഡിങ്, ലാപ്പ് ആയാലും വേവ് ആയാലും വൈൻഡിങ് പിച്ച് എന്ന് പറയുന്നത് 2 ടൈംസ് ഓഫ് കമ്മ്യൂട്ടേറ്റർ പിച്ചാണ്. പക്ഷേ കമ്മ്യൂട്ടേറ്റർ പിച്ച് എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് ലാപ്പ് ഇറ്റ് ഈസ് +or-m. ഇൻ കേസ് ഓഫ് വേവ് ഇറ്റ് ഈസ് 2/p × +or-m. ഹിയർ m എന്ന് പറയുന്നത് ഓർഡർ ഓഫ് മൾട്ടിപ്ലെക്സ് വൈൻഡിങ് ആണ്. എന്ന് വെച്ചാൽ സിംപ്ലെക്സ് വൈൻഡിങ് ആണെങ്കിൽ m1 ആയിരിക്കും, ഡുപ്ലെക്സ് ആണെങ്കിൽ m2 ആയിരിക്കും. സോ ഈ ക്വസ്റ്റ്യനിൽ എന്താണ്, സിംപ്ലെക്സ് ലാപ്പ് വൈൻഡിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം കമ്മ്യൂട്ടേറ്റർ പിച്ച് YC എന്താണ്, +or-m ആണ്. എന്ന് വെച്ചാൽ +or-1. സോ വൈൻഡിങ് പിച്ച് എന്ന് പറയുന്നത് 2 ടൈംസ് ഓഫ് കമ്മ്യൂട്ടേറ്റർ പിച്ച്. That is equal to 2 × +or-1, that is equal to +or-2. Next question. In Swinburne's method of testing of DC machine, the shunt machine is run as. Options are motor at full load, generator at full load, motor at no load, generator at no load. The answer is motor at no load. സ്വിൻബേൺസ് ടെസ്റ്റിൻ്റെ മറ്റൊരു പേര് തന്നെ നോ ലോഡ് ടെസ്റ്റ് എന്നാണ്. ലോസ് കണ്ടുപിടിച്ചിട്ട് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ടെസ്റ്റ് നടത്തുന്നത്. സോ ദ മെഷീൻ ഈസ് ഓപ്പറേറ്റഡ് അണ്ടർ നോ ലോഡ് കണ്ടീഷൻ. ദെർഫോർ ദ കോൺസ്റ്റൻറ്റ് ലോസസ് ആർ മെഷേർഡ് ആൻഡ് വിത്ത് ദ നോളജ് ഓഫ് ദിസ് കോൺസ്റ്റൻറ്റ് ലോസ് ദ എഫിഷ്യൻസി ക്യാൻ ബി പ്രീ ഡിറ്റർമൈൻഡ് അറ്റ് എനി ഡിസൈർഡ് ലോഡ് കണ്ടീഷൻ. ഇത് സീരീസ് മോട്ടറിന് സ്യൂട്ടബിൾ അല്ല ഈ മെത്തേഡ്. കാരണം എന്താണ്, സീരീസ് മോട്ടോർ നോ ലോഡിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഡേഞ്ചറസ്ലി ഹൈ സ്പീഡിൽ അത് റൺ ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വോൾട്ടേജ് ഇക്വേഷൻ ഫോർ എ ലോങ് ഷണ്ട് കോമ്പൗണ്ട് മോട്ടോർ ഈസ് ഗിവൺ ബൈ. ഓപ്ഷൻസ് ആർ V = EB + IaRa, V = EB + Ia × Ra + Rse, V = EB - IaRa, V = EB + IaRa + IL × Rs. The answer is V = EB + Ia × Ra + Rse. ലോങ് ഷണ്ട് കോമ്പൗണ്ട് മോട്ടറിൻ്റെ കണക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ആർമേച്ചർ വൈൻഡിങ്ങും സീരീസ് വൈൻഡിങ്ങും കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് കണക്ഷനാണ്. സോ ഈ 2 വൈൻഡിങ്ങിലൂടെയും കൂടെ ആർമേച്ചറിലൂടെ പോകുന്ന കറണ്ടും സീരീസ് വൈൻഡിങ്ങിലൂടെ പോകുന്ന കറണ്ടും എന്താണ്, സെയിം ആണ്. ആർമേച്ചർ കറണ്ടാണ് ഫ്ലോ ചെയ്യുക. സോ ദ ആൻസർ ഈസ് EB + Ia × Ra + Rse. Moving to the next question. DC series motor are best suited for. Options are traction, pumps, fan, none of this. The answer is traction. DC series motor has high starting torque, so they are best suitable for traction. Next question. The only advantage of Corona is that it, options are work as safety valve for surges, make line current non-sinusoidal, betrays its presence by hissing sound, produce a pleasing luminous sound. The answer is work as safety valve for surges. 2 അഡ്വാൻറ്റേജ് ആണ് കൊറോണ എഫക്റ്റ് കാരണം ഉള്ളത്. ഒന്നാമത്, ഡ്യൂ ടു കൊറോണ ദ എയർ സറൗണ്ടിങ് ദ കണ്ടക്ടർ ബിക്കം കണ്ടക്റ്റീവ് and hence effective diameter increases. Due to increased effective diameter, electrostatic stress between the power conductor എന്ത് ചെയ്യും, കുറയും. രണ്ടാമത്തേതെന്ന് പറയുന്നത്, കൊറോണ ഹെൽപ്പ് ടു റെഡ്യൂസ് ദ എഫക്റ്റ് ഓഫ് ട്രാൻസിയൻറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ സർജ് by dissipating the surge energy partially. Due to corona, the steepness of the surge is reduced, so it works as safety valve for surges. Next question. The phenomenon of rise in voltage at the receiving end of the open circuited or light load line called. Options are Seebeck effect, Ferranti effect, Raman effect, none of this.
The answer is Ferranti effect. Ferranti effect is the increase in voltage occurring at the receiving end of a very long transmission line relative to the voltage at the sending end. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ലോഡ് വളരെ കുറവായിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ലോഡ് ഇല്ലാത്ത സമയത്തും ഈ ലോങ് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ റിസീവിങ് എൻഡിലുള്ള വോൾട്ടേജ് സെൻഡിങ് എൻഡിലുള്ള വോൾട്ടേജിനേക്കാൾ കൂടുതലായിരിക്കും. ഇതിന് കാരണം ബോത്ത് ലൈൻ ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ് ആണ്. ബോത്ത് ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ് ഫിനോമിന. ലൈനിൻ്റെ ലെങ്ത്ത് കൂടുന്തോറും അതുപോലെ തന്നെ ലൈനിൻ്റെ വോൾട്ടേജ് കൂടുന്തോറും ഈ ഫെറാൻറ്റിക് എഫക്റ്റും കൂടും. അതുപോലെ തന്നെ എത്രത്തോളം വോൾട്ടേജിൽ ഇൻക്രീസ് ഉണ്ടാവും എന്നുള്ളത് അതിൻ്റെ ലെങ്ത്തിൻ്റെ സ്ക്വയറിനെയും ഫ്രീക്വൻസിയുടെ സ്ക്വയറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെയാണെങ്കിൽ നമുക്ക് ഈ ഫെറാൻറ്റി എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, റിസീവിങ് എൻഡിലൊരു ഷണ്ട് റിയാക്ടർ ഉപയോഗിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The insulation of modern EHV line is designed based on. Options are lightning voltage, corona, radio interference, switching voltage. The answer is switching voltage. സ്വിച്ചിങ് വോൾട്ടേജ് കാരണം ഉണ്ടാകുന്ന സർജ് വോൾട്ടേജിനെ ബേസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുക, EHV ലൈനിൻ്റെ എന്ത് ചെയ്യുക, ഇൻസുലേഷൻ ഡിസൈൻ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In circuit breaker, the contact space is ionized by. Options are field emission from the contact surface, thermal emission from the contact surface, thermal ionization of gases, any of the above. The answer is any of the above. ഈ കോണ്ടാക്ട് സ്പേസിൽ, സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കോണ്ടാക്ട് സ്പേസിൽ ഈ ഈ അയണൈസേഷൻ നടക്കുന്നത് ഫീൽഡ് എമിഷനും തെർമിയോണിക് എമിഷനും കാരണമാണ്. ഓൾസോ ബിക്കോസ് ഓഫ് തെർമൽ അയണൈസേഷൻ ഓഫ് ഗ്യാസസ്. സോ ദ ആൻസർ ഈസ് എനി ഓഫ് ദ എബോവ്. ഏതെങ്കിലും ഇതിൽ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കോണ്ടാക്ട് സ്പേസിൽ അയണൈസേഷൻ നടക്കുന്നത്. താങ്ക് യു.